ഗാനഗന്ധർവൻ കെ.ജെ. യേശുദാസിന് ഇന്ന് 76-ാം പിറന്നാൾ. പാട്ടിന്റെ ലോകത്ത് എന്നും വേറിട്ടൊരു സാന്നിധ്യമാണ് ഡോക്ടർ കെ.ജെ. യേശുദാസ്. ഒരു യുഗം കൊണ്ട് പാടിത്തീർക്കേണ്ട പാട്ടുകൾ 5 പതിറ്റാണ്ടുകൾ കൊണ്ട് പാടാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ. മഹാഗണപതിം മനസ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം. ജന്മം കൊണ്ട് മലയാളിയെങ്കിലും കർമ്മമണ്ഡലം ഭാഷയ്ക്കും ദേശങ്ങൾക്കും അപ്പുറമായി നമുക്ക് മുന്നിൽ ശബ്ദലോകത്തെ ഒരു അത്ഭുതമായി യേശുദാസ് എന്ന പാട്ടുകാരൻ എപ്പോഴും സജീവമായി തന്നെയുണ്ട്. മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമെന്നോ മലയാളത്തിന്റെ പുണ്യമെന്നോ അങ്ങനെ എന്തു തന്നെ വിശേഷിപ്പിച്ചാലും ആ വിശേഷണങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം തന്നെയാണ് കെ.ജെ. യേശുദാസ്. 1940 ജനുവരി 10 ഫോർട്ട് കൊച്ചിയിലായിരുന്നു യേശുദാസിന്റെ ജനനം. ശരി, ജോസഫ് യേശുദാസ് എന്ന കെ.ജെ. യേശുദാസ് മലയാളികൾക്ക് ആസ്ഥാന ഗായകനും ഗാനഗന്ധർവനും ദാസേട്ടനുമൊക്കെയാണ്. ശാസ്ത്രീയ സംഗീതത്തിലും സിനിമാ ഗാനത്തിലും ലളിതഗാന ശാഖയിലും ആൽബം ഗാനശാഖയിലുമൊക്കെയായി 10,000-കണക്കിന് പാട്ടുകളാണ് ഇക്കാലം കൊണ്ട് യേശുദാസ് നമുക്കായി സമ്മാനിച്ചത്. ലോകത്ത് നാനാ ഭാഷകൾ യേശുദാസ് എന്ന ഗായകന് മുന്നിൽ കീഴ്പ്പെടുകയായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഓർമ്മ വേണമി അദ്വൈത മന്ത്രം. 1961 എം ബി ശ്രീനിവാസന്റെ സംഗീതത്തിൽ പാടിയ തത്വാധിഷ്ഠിതമായ ആ ഗാനമായിരുന്നു യേശുദാസിന്റെ പാട്ടിന്റെ ലോക ചവിട്ടുപടി. ആദിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാ. സംഗീതം നമ്മുടെ ജീവിതങ്ങളിൽ ധന്യത നിറയ്ക്കുന്ന ഗാനസാമ്രാട്ടിന് ആരാധക ലക്ഷങ്ങൾക്കൊപ്പം കൈരളി പീപ്പിളിന്റെയും പിറന്നാൾ ആശംസകൾ.